സുഖിയൻ. ഇന്നൊരു സുഖിയൻ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ചെറുപയറൊന്ന് പുതിർത്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വേവിപ്പിച്ചെടുക്കണം. അതിനായി ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ചെറുപയറിട്ട് അടച്ചു വെച്ചൊന്ന് വേവിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി ഒരു കപ്പ് മൈദ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പേസ്റ്റാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് സുഖിയൻ്റെ ചെറുപയറൊന്ന് മുക്കിയെടുക്കാനാണ്, കോട്ടിങ് പോലെ. ഇനി ഇതിലേക്ക് തേങ്ങ വേണം. അതിന് കുറച്ച് തേങ്ങ എടുത്തുനിന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കരയിട്ട് ശർക്കര പാനി റെഡിയാക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുപയർ ഇട്ടെടുക്കാം. വേവിച്ചെടുത്ത ചെറുപയർ ഇട്ടെടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യാൻ 2 ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ സുഖിയന് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. അതിന് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഈ ചെറുപയറൊന്ന് ഉരുട്ടിയെടുക്കണം. അത് നമുക്ക് ഈ മൈദ പേസ്റ്റിലേക്ക് ആഡ് ചെയ്തൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. ഇതിന് നമുക്ക് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഒരു ഭാഗം പൊരിഞ്ഞ് വന്ന് രണ്ടാമത്തെ ഭാഗവും മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. സാധാരണ ഫുൾ വെളിച്ചെണ്ണയിൽ മുക്കിയെടുക്കലാണ്. ആ വെളിച്ചെണ്ണ കുറക്കാൻ വേണ്ടി കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു സുഖിയനായി. ഇതുപോലെ തന്നെ രണ്ടാമത്തെ സുഖിയനും ആക്കാൻ നമുക്ക് ചെറുപയർ മിക്സ് ഒന്ന് ഉരുട്ടിയെടുത്ത് മൈദയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്ത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ സുഖിയനും റെഡിയായിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയെല്ലാം പോയ ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ എല്ലാ ചെറുപയറും ഉരുട്ടിയെടുത്ത് മൈദയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. എല്ലാ ഭാഗവും നന്നായി പൊരിഞ്ഞ് വരുന്നത് വരെ വെളിച്ചെണ്ണയിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇതെല്ലാം ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി സുഖിയൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഹെൽത്തി സ്നാക്സ് ആണെന്ന് പറയാം ഈ സുഖിയൻ. ചെറുപയറിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ചെറുപയറും ശർക്കരയും തമ്മിലുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.